ഹലോ മക്കളെ, അപ്പോൾ ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. നമ്മുടെ +1 പബ്ലിക് എക്സാമിൽ 520ൽ 519 മാർക്ക് വാങ്ങിയിട്ടുള്ള മിടുക്കിയായിട്ടുള്ള മെഹന അജിംസ് ആണ്. ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു, ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് എന്റെ ആണോ ഇത് മിസ്സിന് തെറ്റിച്ചതാണോ തന്നെയാണ്. വീട്ടിൽ പോയിട്ട് പിന്നെ ചെക്ക് ചെയ്തോ? സാറിന്റെ അന്നത്തെ എക്സാമിന്റെ തലേന്ന് നമുക്കുള്ള ലൈവൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ. എന്താ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഇതൊക്കെ ആണെങ്കിലും അതൊക്കെ എല്ലാം കണ്ടിട്ടാ പോയത്. തൂക്കിയല്ലോ നാദാ. പ്രഡിക്ഷൻ ഒക്കെ ചുമ്മാട്ടോ, ഞാൻ എന്തായാലും എല്ലാം കണ്ടിട്ടാ പോയത്, ഒന്നും മിസ്സാക്കട്ടെ. ഭാവിയിൽ ജയിലിൽ കയറി ഇറങ്ങേണ്ടി വരും. ഓക്കെ, കോടതി ഒരാഴ്ച കൊണ്ട് ഞാൻ എത്രത്തോളം വളർന്നുവെന്ന് എനിക്ക് പോലും അറിയില്ല. ഹലോ മക്കളെ, അപ്പോൾ ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. നമ്മുടെ +1 പബ്ലിക് എക്സാമിൽ 520ൽ 519 മാർക്ക് വാങ്ങിയിട്ടുള്ള മിടുക്കിയായിട്ടുള്ള മെഹന അജിംസ് ആണ്. മെഹന അജിംസ്, എങ്ങനെ ഉണ്ടായിരുന്നു ആ റിസൾട്ട് വന്ന സമയത്ത് ഉള്ള എക്സ്പീരിയൻസ്? ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു, ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. റിസൾട്ട് കിട്ടി കഴിഞ്ഞപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയണ്ടായിരുന്നില്ല. ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു കിട്ടിക്കഴിഞ്ഞ സമയത്ത്. യെസ്. അപ്പോൾ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്തേ? ചെക്ക് ചെയ്ത് ആക്ച്വലി എനിക്ക് സ്കൂളുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ സ്കൂളിലായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് മിസ്സ് ജസ്റ്റ് പറയായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും പറയുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെയും പറഞ്ഞ് മാർക്കൊക്കെ പെട്ടെന്ന് പറഞ്ഞ്, അപ്പോൾ എനിക്ക് എൻ്റെ ആണോ ഇത് മിസ്സിന് തെറ്റിച്ചതാണോ തന്നെയാണ്. വീട്ടിൽ പോയിട്ട് പിന്നെ ചെക്ക് ചെയ്തോ? അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ സ്കൂള് വിട്ട് കഴിഞ്ഞ് താഴേക്ക് വന്നപ്പോൾ ഉപ്പ അവിടെ റിസൾട്ടൊക്കെ ആയിട്ട് വന്ന് നിൽക്കുക, പ്രിന്റ് ഔട്ട് ഒക്കെ എടുത്തിട്ട് വന്ന് നിൽക്കുക. അപ്പോഴാണ് മനസ്സിലായത് ശരിക്കാണ് ഒരു മാർക്ക് പോയുള്ളൂ. ഒരു മാർക്ക് മിസ്സായത്. എവിടെയാ പോയേ? കെമിസ്ട്രിയിൽ ഒരു മാർക്ക്. ഇതിലാണ് പോയത്. എക്സ്പെക്ട് ചെയ്തിരുന്നോ അങ്ങനെ മാർക്ക് പോകുന്നത്, അതോ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കൂടുതലാണോ കിട്ടിയത്? കൂടുതലാണ് കിട്ടിയത് അല്ലേ? അപ്പോൾ മോളുടെ റിസൾട്ട് അറിഞ്ഞ സമയത്ത് മോക്ക് ഈ റിസൾട്ട് കിട്ടുമെന്ന് വീട്ടിലുള്ളവരൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? വീട്ടിലുള്ളവരെന്ന് വെച്ചാൽ അവർ എല്ലാവരും A+ കിട്ടും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ മാർക്ക് ആരും കിട്ടുമെന്ന് വിചാരിച്ചല്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പം നന്നായിട്ട് അറിയുന്ന വീട്ടുകാർക്കാണല്ലോ അല്ലേ. എന്നാലും ഇപ്പം ഇക്കാക്കാണെങ്കിലും ഇത്താത്താണെങ്കിലും അവർക്കൊക്കെ 10ൽ A+ ആയിരുന്നു. പക്ഷെ അവർക്ക് +1ലും +2ലും വന്നപ്പോൾ അത് കിട്ടിയില്ല. ചോദിച്ചു വാങ്ങിയതാണല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര എനിക്ക് വാങ്ങണം അവരിന്ന് ഡിഫറെൻ്റ് ആയിട്ട് അങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ A+ കിട്ടും എന്നുള്ളത് അവർ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും മാർക്ക് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാൻ തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു, അവൻ എന്നോട് പറയുന്നു. കസിൻ്റെ പേര് റിഹാൻ. ഇപ്പോൾ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ അവൻ 10th കഴിഞ്ഞ് ഇനി +1ലേക്ക് കയറി. 10th അപ്പോൾ അവൻ എന്നോട് പറയലുണ്ടായിരുന്നു, അവനല്ല എനിക്ക് 512ന് മേലെ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവനോട് പറയായിരുന്നു എനിക്കതൊന്നും കിട്ടില്ല, എനിക്ക് A+ കിട്ടുകയാണെങ്കിൽ തന്നെ ഞാൻ ഹാപ്പിയാണ് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ 519 കിട്ടിയപ്പോൾ ഭയങ്കര എല്ലാവരും ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് എന്താ ഇത് എന്നുള്ള അവസ്ഥയിൽ പോയി. അപ്പോൾ ഒരുപാട് ഹാപ്പിയായി വീട്ടിലുള്ളവരെല്ലാവരും അല്ലേ? യെസ്. പിന്നെ എൻ്റെ ജീജു എന്ന് പറഞ്ഞ താത്താടെ ഹസ്ബൻഡ്, ജീജു ആണെങ്കിലും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ജീജുവിന് അത്ര എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. റിസൾട്ട് കിട്ടി ഭയങ്കര കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇക്കാക്ക, താത്ത, ഉമ്മി, ഉപ്പ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി, ആരും പ്രതീക്ഷിച്ചില്ല. ഓക്കെ, അപ്പോൾ ആ മുഖത്ത് കാണുന്നുണ്ട് ആ ഒരു സന്തോഷം. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. മോള് നമ്മുടെ ബാച്ചിലുണ്ടായിരുന്നോ? ബാച്ചിലുണ്ടായിരുന്നു. ഏത് ബാച്ചിലായിരുന്നു? റിവിഷൻ ബാച്ചിലായിരുന്നു അല്ലെ? അവസാനത്തെ ക്രാഷ് ബാച്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ ക്രാഷ് ബാച്ച് മോൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയിരുന്നു? ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. കാരണം ഞാൻ കലോത്സവത്തിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് കുറച്ച് സ്കൂളിലെ ക്ലാസ്സൊക്കെ മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഇങ്ങനെ ബാച്ചിൽ ക്രിസ്മസ് എക്സാമിന് ഒരു എക്സാം ടഫായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മാത്സ് എക്സാം ഭയങ്കര ടഫായിരുന്നു. അപ്പോൾ അന്നേരം ഇവിടെ അലൻ സാറും കൂടെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ നിങ്ങൾക്കൊരു സൊല്യൂഷൻ വേണം, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ +1 പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ആ ഒരു സൊല്യൂഷനായിട്ട് ഉജ്ജ്വൽ ബാച്ച് സെലക്ട് ചെയ്തത്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടാണ് നമ്മുടെ ഇതിലേക്ക് എത്തിയത് അല്ലേ? അതിൽ ജോയിൻ ചെയ്തു. അപ്പോൾ അതിൽ ഓരോ ചാപ്റ്റേഴ്സ് നമുക്ക് ക്ലാസ് ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് അറിയില്ലാത്ത സബ്ജക്ട്സ് ഞാൻ അതിൽ നോക്കും, അതിലെ ക്ലാസ് കാണും, പിന്നെ PYQs ചെയ്യും, അങ്ങനെയൊക്കെ ആയിരുന്നു. മോക്ക് ഈ ഒരു ക്രാഷ് ബാച്ചിൽ ഉണ്ടായിരുന്ന ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടല്ലോ ബാച്ചിൽ, അതിൽ മോക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫീച്ചർ ഏതാ? ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് PYQs. കാരണം PYQs എപ്പോഴും നമുക്ക് ഇമ്പോർട്ടൻ്റാണ്. ഇപ്പോൾ എക്സാം എത്ര ടഫായിട്ട് വന്നാലും അതിൽ PYQs എന്തായാലും ഉണ്ടാവുമല്ലോ.
അപ്പോൾ നമ്മളത് എത്ര ചെയ്ത് പഠിച്ചാലും നമുക്കത് നല്ലത് തന്നെ ആവുള്ളൂ. അപ്പോൾ PYQs എനിക്ക് ഭയങ്കര യൂസ്ഫുൾ. ഒരുപാട് മക്കൾക്ക് നമ്മുടെ ഫീച്ചറിൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ PYQs തന്നെയാണ്. നമ്മൾ ഒരുപാട് വർഷത്തെ ക്വസ്റ്റ്യൻസ് അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടല്ലേ. പിന്നെ മോളെ ഏത് സ്കൂളിലാണ് പഠിച്ചേ? ഞാൻ SNDP HSS മൂവാറ്റുപുഴ. അവിടുത്തെ ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെ പറയുന്നു? ടീച്ചേഴ്സൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആരുടെയെങ്കിലും പേര് പറയണോ? എനിക്ക് ഈ ഒരു മാർക്കിലേക്ക് എത്താൻ എന്നെ കൂടുതൽ ഹെൽപ്പ് ചെയ്ത ആ ടീച്ചറാണ് എന്നുള്ളത് പറയാം. അങ്ങനെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. എന്നെ എല്ലാവരും പറഞ്ഞു റിസൾട്ട് കിട്ടി കഴിഞ്ഞപ്പോൾ 1 മാർക്കും കൂടെ കിട്ടുമെന്നാ പ്രതീക്ഷിച്ചേ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. യെസ്. അപ്പോൾ ഈ മോളുടെ ഈ ഒരു വിജയത്തിന് മുമ്പിൽ ഒരുപാട് പേരുടെ ഹാർഡ് വർക്ക് ഉണ്ട്. 99% മോളുടെ ഹാർഡ് വർക്ക് തന്നെയാണ്. എങ്കിലും നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ല അല്ലേ. തീർച്ചയായിട്ടും നമ്മുടെ സ്കൂളിലെ അധ്യാപകരും അതുപോലെ തന്നെ നമ്മളും അതിൻ്റെ ഭാഗമായതിൽ ഒരുപാട് സന്തോഷം. സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ആയിരുന്നു. ഫുൾ മാർക്കാണ് കേട്ടോ, കണ്ടുപിടി. ഓക്കെ, യെസ്, സെൽഫ് പ്രൊമോഷൻ. യെസ്. അപ്പോൾ സാറിന്റെ അന്നത്തെ എക്സാമിന്റെ തലേന്ന് നമുക്കുള്ള ലൈവൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ. എന്താ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഇതൊക്കെ ആണെങ്കിലും അതൊക്കെ എല്ലാം കണ്ടിട്ടാ പോയത്. പ്രൊഡിക്ഷൻ ഒക്കെ ചുമ്മാ കേട്ടോ, ഞാൻ വെറുതെ എന്തായാലും എല്ലാം കണ്ടിട്ടാ പോയത്. ഒന്നും മിസ്സാക്കട്ടെ. ഭാവിയിൽ ജയിലിൽ കയറി ഇറങ്ങേണ്ടി വരും. ഓക്കെ, ആ പ്രൊഡിക്ഷൻ എന്ന് പറഞ്ഞാൽ സാധ്യത അത്രേ ഉള്ളൂ. അതൊക്കെ നോക്കി പഠിക്കാം. എല്ലാ വർഷത്തെയും പോലെ അങ്ങനെ നോക്കി നോക്കി PYQs ഒക്കെ വെച്ച് നമുക്കൊരു ഐഡിയ കിട്ടും. അത്രേ ഉള്ളൂ കേട്ടോ, അല്ലാതെ വേറെ ഒന്നല്ലേ. ഓക്കെ, യെസ്. പിന്നെ മോക്ക് ഇവിടെ എക്സാം വിന്നറിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫാക്കൽറ്റി ആരാന്ന് വെച്ചാൽ അത് പറയാം. എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. അത് പരിപാടി നടക്കൂല. അത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സാറിന് ഇഷ്ടം അങ്ങനെ ആരും പറയൂല. പെട്ടെന്ന് ധൈര്യമായിട്ട് പറഞ്ഞു. എനിക്ക് അലക്സ് സാറിനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ATR മിസ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. സാറിന് ഭയങ്കര ഇഷ്ടമാണ്. സാറിന് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും ഇഷ്ടമാണ്. അപ്പോൾ ടോട്ടലി എല്ലാവരും ഇഷ്ടമാണല്ലേ. അലക്സ് സാറിനെയും ഭയങ്കര ഇഷ്ടമാണ്. മിസ്സായി പോയേനെ. അപ്പൊ ഒരാളെ മിസ്സായിട്ടുണ്ട്. ഇല്ല അർച്ചന മിസ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. സ്നേഹ മിസ്സിനെ ഇഷ്ടമാണ്. ഹർഷ മിസ്സിനെ ഇഷ്ടമാണ്. മേഘ മിസ്സിനെ ഇഷ്ടമാണ്. എല്ലാവരും ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഹാപ്പി ആയല്ലോ. ആരെയും എന്ത് ചെയ്തിട്ടില്ല, വിഷമിപ്പിച്ചിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇനി +2ലേക്കാണല്ലോ. +2ലേക്ക് നമുക്ക് റെക്കോർഡും കാര്യങ്ങളും അതുപോലെ ലാബും കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്രത്തോളം എക്സൈറ്റഡ് ആണ് +2? എക്സൈറ്റഡ് എന്ന് വെച്ചാ 519 മാർക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ഓവർ എക്സ്പെക്ടേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ വീട്ടിൽ നിന്ന്? എനിക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഇതുണ്ടല്ലോ, ഇനി +2ലും ഇതേപോലെ തന്നെ നല്ല മാർക്ക് തന്നെ വാങ്ങണം എന്നുള്ളൊരു ഒരു കോൺഫിഡൻസ് വന്ന് അങ്ങനെ തന്നെ പഠിച്ച് അങ്ങനെ തന്നെ വാങ്ങിക്കണം എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ എല്ലാം അടിപൊളിയായിട്ട് പഠിച്ച് പോകാനാണ് ഇപ്പോൾ ഉള്ളൊരു പ്ലാൻ. യെസ്. അപ്പോൾ അങ്ങനെ +2 ഇതേപോലെ റിസൾട്ടൊക്കെ വന്നിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനി എല്ലാവർക്കും അറിയേണ്ട ആഗ്രഹം എന്ന് പറഞ്ഞാൽ മോൾ എങ്ങനെയാണ് ഈ 519 മാർക്കിലേക്ക് എത്തിയത്? മോളുടെ സ്റ്റഡി പ്ലാൻ എന്തായിരുന്നു? സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോൾ എനിക്ക് +1 കയറിയ സമയത്ത് എന്ന് പറഞ്ഞാൽ 10നെക്കാട്ടിലൊക്കെ എൻ്റർലി ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ നമ്മൾ 10th ഫുൾ A+ കിട്ടി. ഓക്കെ, അന്നേരമൊക്കെ ആണെങ്കിലും ഇപ്പം എൻ്റെ ബ്രദറാണെങ്കിലും അങ്ങനെ എല്ലാവരും എന്നോട് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10th പോലെ അല്ല ഇനി +1 +2 അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് +1 എന്ന് പറഞ്ഞ ഒരു ടെൻഷനായിരുന്നു ശരിക്കും പറഞ്ഞാൽ. എന്നാലും ഓക്കെ, പറ്റുന്ന പോലെ പഠിക്കാമെന്നുള്ള രീതിയിലാണ് സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര പാടായിരുന്നു ആ ഒരു ട്രാക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. മോള് മലയാളം മീഡിയം ആയിരുന്നു 10ല്? അല്ലല്ല, എന്നാലും ഇംഗ്ലീഷ് മീഡിയം ആണ്. പക്ഷെ എന്നാലും നമുക്ക് കുറച്ച് ഡിഫറെൻ്റ് ആണല്ലോ. ഇപ്പോൾ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും എല്ലാം കുറച്ച് ഡിഫറെൻ്റ് ആണല്ലോ. അപ്പം അങ്ങനെ ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ കയറാൻ. പിന്നെ അങ്ങ് വന്ന് പിന്നെ വിന്നറിലെ വീഡിയോസ് കാണും. എനിക്ക് ഇപ്പോൾ ഏതെങ്കിലും ചാപ്റ്റേഴ്സൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ 1 ഷോട്ട് വീഡിയോസ് കാണും. അപ്പം അതല്ലെങ്കിൽ ഇപ്പം സ്കൂളിലെ ടീച്ചേഴ്സ് ആണെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞൊക്കെ തരും. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു ആദ്യമൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് കലോത്സവം വന്ന സമയത്താണ് മൊത്തത്തിൽ ഇങ്ങനെ മെസ്സായിപ്പോയത്. ഏതൊക്കെയാണ് പഠിച്ചതെന്നറിയില്ല, ഏതൊക്കെയാണ് പഠിക്കാനുള്ളതെന്നറിയില്ല. ഫുൾ അങ്ങനെയായിരുന്നു. അപ്പോഴാണ് ക്രിസ്മസ് എക്സാമിന് ഈ പറഞ്ഞ പോലെ മാത്സ് എക്സാം ടഫായതോടുകൂടി എൻ്റെ ഫുൾ കോൺഫിഡൻസ് തകർന്നു. മോഡൽ എക്സാമിന് മാർക്ക് എങ്ങനെയായിരുന്നു? ക്രിസ്മസ് എക്സാമിൽ മാർക്ക് 48 എന്തായിരുന്നു. അത്ര ഉണ്ടായിരുന്നുള്ളൂ. അത്ര ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ മാർക്ക് കുറഞ്ഞെന്ന് കരുതി ആരും ടെൻഷൻ അടിക്കണ്ട, ഉയർത്തെഴുന്നേൽക്കാൻ ഇനിയും സമയമുണ്ട് വിചാരിച്ചല്ലേ? യെസ്. അപ്പോൾ അതോടുകൂടി എൻ്റെ ഒരു കോൺഫിഡൻസ് പോവുമായിരുന്നു ശരിക്കും പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആ വീഡിയോ കണ്ടത്. ആ വീഡിയോ ഒരു ദൈവദൂതനെ പോലെ അലക്സ് സാറും ഭയങ്കര എനർജി ആയിട്ട് വന്നൊരു വീഡിയോ അങ്ങ് ചെയ്തു. അതിൽ ഫ്ലാറ്റ് എന്നിട്ട് പറഞ്ഞ ആ മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നിങ്ങളുടെ ഇനിയുള്ള മോട്ടിവേഷൻ എന്നും പറഞ്ഞു.
അതായിരുന്നു ശരിക്കും പറഞ്ഞ എൻ്റെ മോട്ടിവേഷൻ. യെസ്, അപ്പോൾ തീർച്ചയായിട്ടും അവരത് കാണുന്നുണ്ടാവും. ആ വീഡിയോ കൊണ്ട് ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട്, ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട്, അത് വിത്ത് പ്രൂഫ്. യെസ്. അപ്പോൾ പിന്നെ ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, മോള് എക്സാം സമയം ആവുമ്പോൾ എങ്ങനെയായിരുന്നു പഠനമൊക്കെ? രാവിലെ നേരത്തെ എണീക്കായിരുന്നു? രാവിലെ എനിക്ക് എണീക്കാൻ അങ്ങനെ വലിയ ഇഷ്ടമുള്ള ആളല്ല. എനിക്ക് രാത്രി ലേറ്റായിട്ട് കിടക്കണേൽ എനിക്ക് പ്രശ്നമില്ല, എത്ര നേരം വേണമെങ്കിലും. അപ്പം അങ്ങനെയായിരുന്നു കൂടുതലും. അപ്പോൾ എക്സാം സമയം ആയപ്പോഴത്തേനും നമ്മുടെ യൂട്യൂബിൽ 10 അവർ ക്ലാസ്സും 12 അവർ ക്ലാസ്സൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്നുപോലും മിസ് ചെയ്യാണ്ട് ഇരുന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത് ആ സമയത്ത് നോമ്പൊക്കെ ആയിരുന്നു. അപ്പം അത് കഷ്ടപ്പെട്ട് ക്ലാസ് എടുത്തൊക്കെ എന്നിട്ട് അപ്പുറത്ത് ഇങ്ങനെ കാണുമായിരുന്നു. എക്സാം ടൈം ആയപ്പോൾ ആ ഒരു ലാസ്റ്റ് 3 months ജനുവരി ഫെബ്രുവരിയിൽ ഭയങ്കര നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു +1 എത്താൻ പോകുന്ന കുട്ടികളോട് അവസാനം, അതായത് എക്സാമിനോട് അടുപ്പിച്ച് പഠിച്ചാൽ മതി, അല്ലെങ്കിൽ ആ സമയത്ത് മാർക്ക്, SSLCക്കൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നു. 8ലും 9ലൊക്കെ അവസാനത്തെ ആ ഒരു റിവിഷൻ സമയത്ത് മാത്രം കണ്ടാൽ ചിലപ്പോൾ ഫുൾ A+ലേക്കൊക്കെ എത്താൻ പറ്റും. +1 അത് പോസിബിൾ ആണ്? +1 പോസിബിൾ ആണോ എന്ന് വെച്ചാൽ അങ്ങനെ കംപ്ലീറ്റ്ലി പോസിബിൾ ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ തന്നെ ഇപ്പോൾ എനിക്ക് ജനുവരി ആയ സമയത്തൊക്കെ നമ്മളിങ്ങനെ ഞാൻ പറഞ്ഞല്ലോ 1 ഷോട്ട് വീഡിയോസൊക്കെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഇതൊക്കെ ഇച്ചിരി കൂടി മുന്നേ കണ്ടിരുന്നെങ്കിൽ ബാക്കിയുള്ള എക്സാംസിനും കൂടെ അതൊരു ഇതായനെ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു. അപ്പോൾ ആദ്യമേ പഠിച്ചിറങ്ങണതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, അലോട്ട്മെന്റ് പ്രോസസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 18-ാം തീയതി ആയിരിക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക അല്ലേ? അപ്പോൾ ആ സമയം മുതൽ ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, ഇപ്പോൾ 3rd അലോട്ട്മെന്റ് വരാൻ വേണ്ടി പോകുന്നുണ്ട്. ഈ വീഡിയോ എടുക്കുന്ന സമയം, ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് കേട്ടോ, എപ്പോഴാണ് ഇത് പോസ്റ്റ് ചെയ്യാന്നറിയില്ല. അപ്പോൾ ജൂൺ 18-ാം തീയതി ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? ഫസ്റ്റ് തൊട്ടങ്ങ് പഠിച്ചങ്ങോട്ട് തുടങ്ങുക. അതാണ്, വേറെ സൊല്യൂഷൻ ഒന്നുമില്ല. അപ്പോൾ പിന്നെ മോളുടെ എന്താ പറയാ, ഡെയിലി ടൈം ടേബിൾ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടായിരുന്നു, എങ്ങനെയായിരുന്നു? ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ ആദ്യമൊന്നും അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റേ വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോ വന്നതിന് ശേഷം ഞാനിങ്ങനെ സ്റ്റഡി പ്ലാനൊക്കെ ഇടില്ലേ നമ്മുടെ യൂട്യൂബിൽ, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ ടൈം ടേബിൾ ഉണ്ടാക്കുമായിരുന്നു. എന്നിട്ട് ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിച്ചു, ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിച്ചില്ല, അങ്ങനെ സോർട്ട് ചെയ്ത് വെച്ചിട്ട് പഠിക്കാനുള്ളതിന് ഓരോ ഡേയ്സ്, പിന്നെ PYQ ചെയ്യാനായിട്ട് വേറെ ഡേയ്സ്, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വെക്കായിരുന്നു. ലാസ്റ്റ് ആയപ്പോഴത്തേനും 1 പ്ലാനിങ് ആയിരുന്നു. അപ്പൊ അങ്ങനെ പഠിച്ച് ലാസ്റ്റ് നടന്നും ചെയ്തല്ലേ? പ്ലാനിങ് മാത്രമല്ല ചെയ്യാൻ പറ്റി, അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇത്രയെങ്കിലൊക്കെ കിട്ടിയത്. തീർച്ചയായിട്ടും. അപ്പോൾ പ്ലാനിങ് മാത്രം പോരാ, അത് നമ്മൾ എന്ത് ചെയ്യണം, ലൈഫിലൊന്ന് ആപ്ലിക്കബിൾ ആക്കുക വേണ്ടിയാണ് അല്ലേ? അപ്പോഴാണ് ഈ റിസൾട്ടിലേക്കൊക്കെ എത്താൻ വേണ്ടി പറ്റുക. പിന്നെ നേരത്തെ ഇടക്കിടക്ക് പറയുന്നുണ്ടായിരുന്നു കലോത്സവം. എന്താണ് ഐറ്റം? കലോത്സവത്തിന് ഞാൻ കഥാപ്രസംഗം ചെയ്യും. പിന്നെ ഈ പ്രാവശ്യം ഞാൻ ആദ്യമായിട്ട് തിരുവാതിരക്കുണ്ടായിരുന്നു, ആദ്യമായിട്ട് കളിക്കുന്നായിരുന്നു. പിന്നെ മെയിനായിട്ട് കഥാപ്രസംഗത്തിന് ഉണ്ട്. പിന്നെ ന്യൂസ് റീഡിങ്, അത് കലോത്സവമല്ല, മറ്റേ ശാസ്ത്രോത്സവമാണ്, എങ്കിലും ന്യൂസ് റീഡിങ് അതൊക്കെ ചെയ്യായിരുന്നു. എന്നിട്ട് ഗപ്പൊക്കെ കിട്ടിയോ? ഗപ്പ് കിട്ടിയ വെച്ചാൽ ന്യൂസ് റീഡിങ് ഡിസ്ട്രിക്ട് ലെവൽ വരെ പോയി. കഥാപ്രസംഗം എനിക്ക് സബ് ഡിസ്ട്രിക്ട് ലെവലിൽ എനിക്ക് ചെറിയൊരു എല്ലാ തിരുവാതിരയും ഇതും എല്ലാം കൂടെ അപ്പോൾ എനിക്ക് ചില സ്ഥലത്തൊക്കെ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഓക്കെ. ഇനി മോള് +1 എത്തിയപ്പോ സയൻസ് എടുക്കണം എന്നുള്ള ആ ഒരു എന്താ പറയാ, ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു? ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് എനിക്ക് സയൻസ് എടുത്തിട്ട് എനിക്ക് MBBS പോകാൻ ആഗ്രഹമുണ്ട്. എനിക്ക് ആക്ച്വലി നഴ്സിങ്ങിന് പോകണം എന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം എനിക്ക് MBBS എന്തോ വല്ലാത്തൊരു ഇഷ്ടം തോന്നുകയാണ്. അപ്പോൾ എന്തായാലും സയൻസ് എടുത്ത് എനിക്ക് മെഡിക്കൽ ഫീൽഡായിരുന്നു എന്തായാലും താല്പര്യം. അപ്പോൾ സയൻസ് എടുക്കുകയാണെങ്കിൽ എന്തായാലും പോകാൻ പറ്റുമല്ലോ, അതുകൊണ്ടാണ് സയൻസ് എടുത്തത്. പിന്നെ ഇക്കാക്കായും ഇത്താത്തയും എല്ലാവരും സയൻസ് എടുത്തത്, അതുകൊണ്ടല്ല കേട്ടോ ഞാൻ എടുത്തത്. എന്നാലും എനിക്ക് താല്പര്യം ആ ഒരു ഫീൽഡിലേക്ക് പോകാനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സയൻസ് എടുത്തു. ആരും വേറെ പുറത്തൊന്നും പ്രഷർ ഒന്നും ഉണ്ടായിരുന്നില്ല? അങ്ങനെ അത്ര പ്രഷർ എടുത്തിട്ട് ഇപ്പോൾ എന്താ പറയാ, അത് ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നുന്നൊന്നുമില്ല, കുറ്റബോധമൊന്നുമില്ല, ഹാപ്പിയാണ്. അപ്പോൾ സയൻസ് എടുത്തു എന്ന് കരുതിയൊരു പ്രശ്നം ഉണ്ടാവില്ല മക്കളെ. നമ്മൾ എങ്ങനെയാണ് ആ ഒരു സബ്ജക്റ്റ്, ഇപ്പോൾ സയൻസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും നമ്മൾ എങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്യുന്നത് എന്നുള്ളതിലാണ് കാര്യം. സയൻസ് ബുദ്ധിമുട്ടാണ്, കൊമേഴ്സ് ബുദ്ധിമുട്ടാണ്, സയൻസ് ബുദ്ധിമുട്ടാണ്, അങ്ങനെയുള്ളതൊന്നുമില്ല. എല്ലാത്തിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. തീർച്ചയായിട്ടും ഹ്യൂമാനിറ്റീസിൽ ഇപ്പോൾ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ +2 കഴിഞ്ഞിട്ടായിരിക്കും മനസ്സിലാവുക. +2 ഫുൾ മാർക്ക് ഉണ്ടെങ്കിലൊക്കെ നമുക്ക് നല്ലൊരു കോളേജിലൊക്കെ അഡ്മിഷനൊക്കെ കിട്ടുള്ളൂ, ഹ്യൂമാനിറ്റീസിൽ പോലും. അപ്പോൾ എല്ലായിടത്തും എന്തുണ്ട്, കോമ്പറ്റീഷൻ
ഉണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും നല്ല മാർക്ക് ഉണ്ടാവും, നല്ല ഇഷ്ടപ്പെട്ട കോഴ്സൊക്കെ ചെയ്യാനൊക്കെ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലേ. പിന്നെ എന്താ പറയുക, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തല്ലോ. ബാച്ചിൽ ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് ക്ലാസ്സുകൾ റിവിഷൻ ബാച്ച് ആയിരുന്നു, ലാസ്റ്റ് ടൈമിലായിരുന്നു. മോക്ക് നമ്മുടെ സ്കൂൾ എക്സാമിൻ്റെ ആ ഒരു സമയമൊക്കെ ആയപ്പോൾ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്തിരുന്നത്? എങ്ങനെ കാണാൻ സമയമൊക്കെ എങ്ങനെയായിരുന്നു? സമയം എന്ന് വെച്ചാൽ നമ്മൾ ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ എന്ന് വെച്ചാൽ ആ സമയത്താണല്ലോ സ്റ്റാർട്ട് ചെയ്തത്. December 26 എന്തായിരുന്നു, തൊട്ട് പിന്നാലെ തന്നെ മോഡൽ എക്സാം ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പ്രഷർ ഉണ്ടാവും. ഈ ഒരു റിവിഷൻ ബാച്ച് എങ്ങനെയാണ് മോള് യൂസ് ചെയ്തത്? ഞാൻ മെയിനായിട്ട് പ്രീ മോഡൽ എക്സാം ഉണ്ടായിരുന്നു സ്കൂളിലായിട്ട് നടത്തിയത്. അപ്പോൾ അതിൽ നല്ല മാർക്ക് വാങ്ങിക്കുക എന്നതിലുപരി പബ്ലിക് എക്സാമിനെ ഒരു എയിം വെച്ചുകൊണ്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് മോഡൽ എക്സാമിൻ്റെ സമയത്തൊന്നും ഒന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല, എന്നാലും എല്ലാം ഒന്ന് കവറപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആ സമയത്തൊക്കെ ഓരോ ചാപ്റ്റേഴ്സായിട്ട് പഠിക്കും, അതിൻ്റെ PYQs ചെയ്യും. പിന്നെ ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടായിരുന്നല്ലോ, ക്വസ്റ്റ്യൻ ബാങ്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ മോളെങ്ങനെ സ്വന്തമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്തു? നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ എന്താ ഈ A4 ഷീറ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് എൻ്റെ ഇത്താത്ത എനിക്ക് കുറേ ഇങ്ങനെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഇങ്ങനെ നമ്മുടെ ഷോർട്ട് നോട്ട് ക്ലാസ്സസ് ഇല്ലായിരുന്നു, അത് വെച്ചിട്ടായിരുന്നു ഞാൻ നോട്ട്സ് ഉണ്ടാക്കണേ. ഷോർട്ട് നോട്ട് ക്ലാസ്സസ് ഭയങ്കര എളുപ്പമായിരുന്നു, കാരണം എല്ലാം ഒറ്റ ഒരു ഇതിൽ കിട്ടുമല്ലേ, ഭയങ്കര അടിപൊളിയല്ലേ ഇത്. നമുക്കങ്ങനെ നമ്മളായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത്രയ്ക്ക് ഇതായിട്ട് കിട്ടില്ല. പിന്നെ ഞാൻ ഈ ഷോർട്ട് നോട്ട് ക്ലാസ്സസിൻ്റെ നോട്ട്സ് പ്രിൻ്റ് എടുത്ത് പഠിക്കലുണ്ടായിരുന്നു. അതൊക്കെ ബയോളജിയിലൊക്കെ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു, കാരണം നമ്മൾ ഒട്ടും വരുമെന്ന് പ്രതീക്ഷിക്കാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ആ ഷോർട്ട് നോട്ടിൻ്റെ പ്രിൻ്റ് ഉള്ളതുകൊണ്ട് ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് എഴുതാൻ പറ്റി. പിന്നെ ഒരു സംശയം ഉണ്ടാവും കുട്ടികൾക്ക്, നമ്മൾ യൂട്യൂബിൽ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂട്യൂബിലെ ക്ലാസ് കണ്ടാൽ പോരെ, ബാച്ചിൽ ജോയിൻ ചെയ്യണോ എന്നുള്ള ഒരുപാട് സംശയമുണ്ട്. നമുക്ക് യൂട്യൂബിൽ അത് മതിയല്ലോ, ബാച്ചിൽ ജോയിൻ ചെയ്താലുള്ള അഡ്വാൻറ്റേജ് എന്താ? ബാച്ചിൽ ജോയിൻ ചെയ്യുക മെയിനായിട്ട് പറയേണ്ട PYQൻ്റെ കാര്യം തന്നെയാണ്. കാരണം ഇപ്പോൾ യൂട്യൂബിൽ ക്ലാസ്സസ് ഉണ്ട്, നല്ല ക്ലാസ്സസ് ആണ്. പക്ഷേ നമുക്ക് അവിടെ എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്യുന്നില്ലല്ലോ. ബേസിക്കായിട്ട് എല്ലാം പഠിപ്പിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്തൊരു ഇതാണ് നമുക്ക് ബാച്ചിൽ കിട്ടുന്നത്. അപ്പോൾ അവിടെ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ NCERT ക്വസ്റ്റ്യൻസ് ആണെങ്കിലും PYQs ആണെങ്കിലും അങ്ങനെ എല്ലാം കൂടെ ഷോർട്ട് നോട്ട്സ് ലൈവ് അതെല്ലാം കൂടെ കിട്ടുമ്പോൾ നമുക്കത് ഭയങ്കര യൂസ്ഫുൾ ആവുള്ളൂ. യൂട്യൂബിലെ ക്ലാസ്സസ് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് എഫേർട്ട് എടുക്കേണ്ടി വരും. അതൊന്ന് ഇപ്പോൾ ഉള്ളതിനേക്കാളും ഇച്ചിരി കൂടെ എഫേർട്ട് എടുത്താലാണ് യൂട്യൂബിലെ ക്ലാസ്സസ് നമുക്കൊന്ന് നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ബാച്ചിലെ ക്ലാസ്സസ് യൂട്യൂബ് ഒരു പടി മുകളിൽ തന്നെയാണ് എപ്പോഴും അല്ലേ? യെസ്, തീർച്ചയായിട്ടും. അപ്പോൾ ഭാവിയിൽ ഡോക്ടർ ആവണമെന്നാണ് ആഗ്രഹം അല്ലേ? അപ്പോൾ +2 കഴിഞ്ഞിട്ട് നമ്മുടെ നീറ്റൊക്കെ എഴുതിയിട്ട് ഒരു ഡോക്ടർ ആവാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ, എന്നിട്ടൊരു ഡോക്ടറെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ഭാഗ്യം എനിക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അവസാനമായിട്ട് ഈ വീഡിയോ കാണുന്ന മക്കളോട്, അതിപ്പോൾ ചിലപ്പോൾ 5ാം ക്ലാസ് മുതലുള്ള കുട്ടികളുണ്ടാവും, ചിലപ്പോൾ +1 +2 പഠിക്കുന്ന കുട്ടികളും ഉണ്ടാവും, അവരോടായിട്ട് ഈ ഒരു ഇങ്ങനെയൊക്കെ ചെയ്താൽ ഈ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റും എന്നുള്ള ഒരു സന്ദേശം, ഒരു മെസ്സേജ് കൊടുക്കാൻ ഈ ക്യാമറയിൽ നോക്കിയിട്ട് പറയും. ഓക്കെ, ഒന്നുമില്ല, നമ്മൾ എന്താ വെച്ചാൽ നമുക്ക് പഠിക്കാന്നുള്ളൊരു ആഗ്രഹം നമുക്ക് വേണം. നമ്മളിപ്പോൾ പഠിക്കാന്നുള്ള ആഗ്രഹമില്ല, നമുക്ക് ഒട്ടും പഠിക്കാൻ പറ്റില്ല. പഠിക്കണം, മാർക്ക് വാങ്ങണം, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് വേണം എന്നുള്ളൊരു എയിം ഉണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. ഭയങ്കര ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന ഈ 520 ഔട്ട് ഓഫ് 520 കിട്ടുന്നത്, 519 കിട്ടുന്നത്, 518 കിട്ടുന്നതൊക്കെ ഭയങ്കര ഇമ്പോസിബിൾ ആണെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്ത് കഴിഞ്ഞപ്പോൾ അതെനിക്കും കിട്ടി. അതേപോലെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടും. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇമ്പോസിബിളിലുണ്ട് ഒരു പോസിബിൾ അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, എല്ലാവരും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ആ റിസൾട്ട് വരും, വിജയം വരും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. കൂട്ടത്തിൽ കൺഗ്രാജുലേഷൻസ്. അപ്പോൾ വീണ്ടും കാണാം.